ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര ഇവിടെ ആരംഭിക്കാം. അത് നമ്മുടെ സ്വന്തം ആനവണ്ടിയിലാണെങ്കിലോ ആടിപ്പോളി. ശരിക്കും ആ ഒരു വൈബ് അതൊന്ന് വേറെ തന്നെ. നമ്മുടെ ഈ യാത്ര കക്കാടംപൊയിലേക്കാണ്. നല്ല നല്ല കാഴ്ചകളെ കണ്ട് കാടും മലയൊക്കെ താണ്ടി ശരിക്കും നമ്മളൊരു സിറ്റി റഷിൽ നിന്നൊക്കെ മാറി ഇങ്ങനത്തെ ചില കാഴ്ചകളൊക്കെയാണ് വരുന്നത്. നമ്മുടെ തന്നെ മനസ്സിലൊരു നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടൻ്റെ ഒരു കൊച്ചു തോട്ടത്തിലെ വലിയ കാഴ്ചകളാണിത്. ജാതിക്ക തൊട്ട് അവോക്കാഡോ വരെ അവിടെ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് കരണ്ട് വരെ പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ കക്കാടംപൊയിലേക്കുള്ള യാത്ര തുടങ്ങി. ഒത്തിരി കയറ്റുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് പേര് ജീപ്പിൽ നിന്ന് ഇറങ്ങി പതിയെ നടന്നാണ് കയറിയത്. ഈ കയറി വരുന്നതാണ് ആദിക്കുട്ടൻ, നമ്മുടെ ട്രിപ്പിലെ തലവൻ. ഇവൻ്റെ വീട്ടിലായിരുന്നു നമ്മുടെ സ്റ്റേയും. ഇവനാണ് നമ്മളെ കൊണ്ട് കറങ്ങി നടന്നത്. കക്കാടംപൊയിൽ കയറാനായിട്ട് 2 ഓപ്ഷൻ ഇവൻ പറഞ്ഞു. ഒന്ന്, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അവന് കൂടെയുള്ള എല്ലാവരെയും പരിഗണിച്ചിട്ട് അവൻ പറഞ്ഞു നമുക്ക് മീഡിയം ലെവൽ ഹൈറ്റ് ഉള്ളത് പിടിക്കാം. പക്ഷേ കൂടെയുള്ളവരൊക്കെ വൈബായത് കാരണം നമ്മൾ ഏറ്റവും ടോപ്പുള്ളത് തന്നെയാണ് കയറിയത്. ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് നല്ലൊരു ടോപ്പ് വ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ. പക്ഷെ എൻ്റെ മോനെ എന്താ ഫീൽ. നമ്മളുണ്ടായിരുന്ന 3 ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോപ്പിൽ നിന്ന് കിട്ടിയത് നല്ല കാറ്റും നല്ല പൊടിമഴയും. ഇവിടെ നിങ്ങൾ ഏത് ക്ലൈമറ്റിൽ വന്നാലും അത് നിങ്ങൾക്ക് വർത്താണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു സാധനം നിങ്ങൾ വൺസ് അറ്റൻഡ് ചെയ്യൽ മസ്റ്റാണ്. അങ്ങനെ നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ട്രിപ്പ് അവിടെ നമ്മൾ എൻഡ് ചെയ്തു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.